ഷാർജ ഇൻ്റർനാഷണൽ പുസ്തക മേളയിൽ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ സ്റ്റാളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും നമ്മുടെ ഈ മേളയിൽ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ സ്റ്റാളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഗൾഫ് സുപ്രഭാതം പ്രസിദ്ധീകരണം ആരംഭിച്ച 1-ാം വാർഷികമായിരുന്നു. ഇപ്പോൾ 2 വർഷം തികഞ്ഞപ്പോൾ പ്രിൻ്റ് മീഡിയയ്ക്ക് പുറമെ ഡിജിറ്റൽ മീഡിയ കൂടി ആരംഭിച്ച വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം UAEക്ക് പുറമെ GCC രാജ്യങ്ങളിൽ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ പേപ്പർ ലഭ്യമാകുന്ന രീതിയിൽ അതിൻ്റെ ഡിജിറ്റൽ മീഡിയ കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു സന്ദർഭം കൂടിയാണ്. ഷാർജ ഇൻ്റർനാഷണൽ പുസ്തകമേളയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾക്ക് സുപ്രഭാതത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറാനും സുപ്രഭാതം കേരളത്തിലെ മലയാളി വായനാ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സന്ദേശങ്ങളും നിലപാടുകളുമൊക്കെ അറിയിക്കുന്നതിനൊക്കെ ഈ പവലിയൻ സജ്ജമാണ്. കൂടുതൽ വായനക്കാരെയും മറ്റും ആകർഷിക്കുന്നതിന് വേണ്ടി വിവിധ മത്സര പരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പുസ്തകമേള സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരായ ആളുകളുടെ ഇൻ്റർവ്യൂകളും അഭിമുഖങ്ങളും അവരുടെ സന്ദേശങ്ങൾ കൈമാറാനൊക്കെയുള്ള വിവിധമായ ഡിജിറ്റൽ സ്റ്റുഡിയോ കൂടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ക്രസൻറ്റ് സ്കൂളിൻ്റെ ചെയർമാനും പതിറ്റാണ്ടുകളായി UAEയിലെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ജലാലുദ്ദീൻ സാറെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി ഇവിടെ സംബന്ധിച്ചിട്ടുള്ള അറിയപ്പെട്ട ചരിത്ര പണ്ഡിതനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറും ചരിത്രത്തിൻ്റെ ആധികാരികതയിൽ നമുക്കെന്നും അഭിമാനിക്കാവുന്ന ഡോക്ടർ KK കുറുപ്പ് സാർ, അതേപോലെ സുപ്രഭാതം ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, UAE സുന്നി കൗൺസിലിൻ്റെ ഭാരവാഹികൾ, SKSFൻ്റെ ഭാരവാഹികൾ, മറ്റു സുപ്രഭാതത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജലാലുദ്ദീൻ സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാധ്യമരംഗത്ത് കുറച്ച് നാളായിട്ട് മാത്രം തുടങ്ങി ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പേരുടെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിച്ച ഒരു സ്ഥാപനമാണ്. അതിൻ്റെ നടത്തിപ്പുകാരെ, അതിൻ്റെ ഭാരവാഹികളെ എന്ന് വേണ്ട അതിനെ സൂക്ഷിക്കുന്ന, അത് വളരണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളെ എല്ലാവരെയും ഞാൻ ആർദ്രവമായി എൻ്റെയും ഇവരുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇനിയും ഈ സ്ഥാപനം ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന പോലെ നാളത്തെ അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ വേണം. അതിനുവേണ്ടി അധ്വാനിക്കണം. ജീവിതത്തിൽ വിദ്യാഭ്യാസം കൊടുക്കലും വിവരങ്ങൾ മനുഷ്യനെ എപ്പോഴെപ്പോൾ യഥാർത്ഥ വിവരങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. ലോകം മുഴുവനുള്ള പലരിലും അവർ ശരിയായുള്ള വിവരങ്ങളൊന്നും കൊടുക്കാറില്ല. കാരണം അത് അവർക്ക് പിടിക്കാത്തതായതുകൊണ്ട്. സുപ്രഭാതം ഇൻഷാല്ലാ ഐ ഹോപ്പ് that they will keep that duty of informing the people correct news and it will be useful to all mankind. നാളത്തെ സമൂഹത്തെ രൂപീകരിക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുവാൻ എനിക്ക് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ എഴുതിയ ലേഖനം, ആ ലേഖനം വാസ്തവത്തിൽ PM ശ്രീ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതിക്കെതിരായി ഞാനതിന് കൊടുത്ത തലവാചകം വീണ്ടും കൊളോണിയലിസത്തിലേക്കോ എന്നാണ്. ക്രസൻറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അത് എത്രമാത്രം ഇടപെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അത്തരം ഒരു ലേഖനം എഴുതിയത്. ഒരുപക്ഷെ അത്തരം ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുവാൻ കേരളത്തിലെ ഒരു പത്രവും മുന്നോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ സുപ്രഭാതം അത് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എപ്പോഴും ഇന്ത്യയുടെ
മതേതരത്വം, മതസൗഹാർദ്ദം ഇതിനു വേണ്ടി പേന ചലിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനെന്ന നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന ഈ ഒരു ആദരവിന് ഞാൻ പ്രത്യേകിച്ച് ക്രസൻറ്റ് ചെയർമാനോട് ഒരു ജീവകാലം മുഴുവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തോടു കൂടെ ഈ സ്റ്റേജ് പങ്കിടുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മനുഷ്യ സൗഹൃദത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിൻ്റെയും ആഗോള പരിച്ഛേദമായ UAE മണ്ണിൽ നടക്കുന്ന ഈ അക്ഷരോത്സവത്തിൻ്റെ ഭാഗമാകുവാൻ സുപ്രഭാതത്തിന് സാധിച്ചതിൽ അതിൻ്റെ അഭ്യുദയകാംക്ഷികൾ എന്നുള്ള നിലയിൽ ഇവിടെ കൂടി ഓരോരുത്തരും അങ്ങേയറ്റം ചാരിതാർത്ഥ്യം കൊള്ളുകയാണ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. 250-ലേറെ ഗ്രന്ഥകൃത്തുക്കളും 1200-ലേറെ ആക്ടിവിസ്റ്റുകളും ഒക്കെ പങ്കെടുക്കുന്ന ബിറ്റ്വീൻ യു ആൻഡ് ദ ബുക്ക് അല്ലെങ്കിൽ ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക് എന്ന ക്യാപ്ഷനോട് കൂടെയാണ് ഇത്തവണ ഈ ബുക്ക് ഫെയർ നടക്കുന്നത്. താങ്കൾക്കും താങ്കൾ തിരഞ്ഞെടുത്ത പുസ്തകത്തിനും ഇടയിൽ എന്നുള്ളതാണ് ആ ക്യാപ്ഷൻ്റെ അർത്ഥം. ബൈനക് വ ബൈന കിതാബിക്. അപ്പോൾ ഒരു വ്യക്തി ഒരു പുസ്തകം പരിശോധിക്കുക, വായിക്കുക എന്ന് പറയുന്നത് ആ ഗ്രന്ഥകാരനെ സന്ദർശിക്കുന്നത് പോലെയാണ്. ചരിത്ര പുസ്തകമാണെങ്കിൽ ആ കാലത്തേക്ക് തിരികെ നടക്കുന്നത് പോലെയാണ്. ഭാവിയെ കുറിക്കുന്ന ആലോചനകളാണെങ്കിൽ കാലത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത് പോലെയാണ്. അങ്ങനെ വിവിധങ്ങളായ ആശയാനുഭവങ്ങളിലേക്ക് 10,000-ങ്ങളെ 2 ആഴ്ച കൊണ്ട് കൊണ്ടുപോകുന്ന വളരെ അഭിനന്ദനീയമായ, എന്നും നാം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഷാർജയുടെ മണ്ണ്, UAE മണ്ണ്, ലോകത്തിന് മുമ്പിൽ മിഴി തുറന്നിട്ടിരിക്കുന്ന ഈ മഹത്തായ അക്ഷരോത്സവത്തിലേക്ക് സുപ്രഭാതത്തിൻ്റെയും മിഴി തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് സുപ്രഭാതം ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഈ പവലിയൻ ഉദ്ഘാടന വേളയിൽ നമ്മളൊക്കെയും പങ്കെടുക്കുന്നത്. മലയാളികളുടെ വായനാ സംസ്കാരത്തിന് പുതിയ ദിശാബോധം നൽകിയ, ഒരുപക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ വിസ്മയകരമായ ഒരു ചരിത്രത്തിന് തുടക്കം കുറിച്ച സുപ്രഭാതം ദിനപത്രം അതിർത്തികൾ ഭേദിച്ച് ലോക തലങ്ങളിൽ അതിൻ്റെ വായനാ സംസ്കാരം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. ലോകോത്തര നിലവാരത്തിലുള്ള പ്രഗത്ഭരായ ആക്ടിവിസ്റ്റുകളും ചിന്തകരും സമ്മേളിക്കുന്ന ഷാർജ ബുക്ക് ഫെയറിലെ ഈ ഒരു പവലിയനിലൂടെ ഇവിടെ തീർത്തിരിക്കുന്നത്. ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2ാം തവണയും നമ്മുടെ ഈ സ്റ്റാൾ ഇവിടെ ഔദ്യോഗികമായി തുറക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആജിക്ക നമ്മൾ സ്റ്റാൾ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തു. അതിനോടുകൂടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രമുഖ ചരിത്രകാരൻ KK കുറുപ്പ് സാറും എത്തി. അൽഹംദുലില്ലാ ഇവിടെ പങ്കെടുത്ത പ്രത്യേകിച്ച് ഇവിടെ എത്തിയ നമ്മൾ സുലൈമാനാജി അടക്കം ഫക്രുന്നങ്ങളടക്കമുള്ള എല്ലാവരും, അതുപോലെ പിന്നെ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ തങ്ങൾക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബ് ഹൈത്തമി, നമ്മുടെ ഇബ്രാഹിം ബഷീർ പേരാൾ, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി SKSFിൻ്റെ OPM അഷ്റഫ് സാഹിബ് അടക്കമുള്ള എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുത്ത് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. Thank you.